ലീഗൽ മെട്രോളജി ലൈസൻസ് റിന്യൂ ചെയ്യുന്നതിനായി ഗൂഗിളിൽ LMOMS എന്ന് സെർച്ച് ചെയ്യുക. ആദ്യം കാണുന്ന LMOMS പോർട്ടൽ എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ലൈസൻസ് പേക്കർ ലോഗിൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ലൈസൻസികൾ അവരുടെ യൂസർ നെയിം പാസ്വേഡ് എൻ്റർ ചെയ്യുക. അവിടെ കാണുന്ന ക്യാപ്ച ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്യുക. ഡാഷ്ബോർഡിൽ ഇടതുവശത്ത് ലൈസൻസ് റിന്യൂവൽ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അവിടെ സ്റ്റാർട്ട് റിന്യൂ എന്ന് നമുക്ക് കാണാൻ കഴിയും. അവിടെ ക്ലിക്ക് ചെയ്യുക. ആദ്യം തന്നെ നിങ്ങൾ ഫീസ് ഇളവിനുള്ള കേസിൽ കക്ഷി ചേർന്നിട്ടുണ്ടോ എന്നൊരു ചോദ്യം അവിടെ കാണാൻ കഴിയും. അത് യെസ് എന്ന് കൊടുക്കുക. അവിടെ കേസുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. നെയിം ഓഫ് കോർട്ട്, ജഡ്ജ്മെൻറ്റ് നമ്പർ, ജഡ്ജ്മെൻറ്റ് ഡേറ്റ്, പെറ്റീഷണർ സീരിയൽ നമ്പർ എന്നിവ എൻ്റർ ചെയ്ത് കൊടുക്കുക. അഫിഡവിറ്റ് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം അത് പ്രിൻ്റ് എടുത്ത് ഡേറ്റ്, നെയിം, സിഗ്നേച്ചർ എന്നിവ ആഡ് ചെയ്ത് സ്കാൻ ചെയ്ത് വയ്ക്കുക. ചൂസ് ഫയൽ എന്ന ഭാഗത്ത് ഫിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ജഡ്ജ്മെൻറ്റ് അഫിഡവിറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. റിന്യൂവൽ പീരീഡ് 1 ഇയർ സെലക്ട് ചെയ്യുക. ഫീസ് ടു ബി പെയ്ഡ് 2000 എന്ന് കാണിക്കും. താഴെ 3 ചോദ്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങളുടെ അഡ്രസ്സിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ, പീരിയോഡിക്കൽ റിട്ടേൺസ് പെൻഡിങ് ഉണ്ടോ, അതുപോലെ നിങ്ങളുടെ ടെസ്റ്റ് വെയ്റ്റ്സിൻ്റെ വാലിഡിറ്റി എക്സ്പയർ ആയിട്ടുണ്ടോ എന്ന് 3 ചോദ്യങ്ങൾ അവിടെയുണ്ട്. അത് നോ എന്ന് കൊടുക്കുക. ശേഷം ഡൗൺലോഡ് അഫിഡവിറ്റ് ക്ലിക്ക് ചെയ്യുക. അഫിഡവിറ്റ് പ്രിൻ്റ് എടുത്ത് ഡീറ്റെയിൽസ് ഫിൽ ചെയ്ത് സ്കാൻ ചെയ്ത് വയ്ക്കുക. ചൂസ് ഫയൽ എന്ന ഭാഗത്ത് ഫിൽ ചെയ്ത അഫിഡവിറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. താഴെ നിങ്ങളുടെ ട്രേഡ് ലൈസൻസിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ എന്ന ചോദ്യം കാണാം. അത് യെസ് എന്ന് കൊടുക്കുക. നിങ്ങളുടെ പുതിയ ട്രേഡ് ലൈസൻസിലെ നമ്പറും ഡേറ്റും നോട്ട് ചെയ്ത് വയ്ക്കുക. ട്രേഡ് ലൈസൻസ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ചൂസ് ഫയൽ എന്ന ഭാഗത്ത് നിങ്ങളുടെ ട്രേഡ് ലൈസൻസ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇത്രയും ചെയ്ത ശേഷം മോഡ് ഓഫ് പേയ്മെൻറ്റ് ഓൺലൈൻ പേയ്മെൻറ്റ് സെലക്ട് ചെയ്ത് റിന്യൂ നൗ ക്ലിക്ക് ചെയ്യുക. പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ് ഓക്കെ കൊടുക്കുക. പ്രൊസീഡ് പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുക. പേയ്മെൻറ്റ് ഗേറ്റ്വേ 1 സെലക്ട് ചെയ്യുക. പ്രൊസീഡ് പേയ്മെൻറ്റ് കൊടുക്കുക. GRN ജനറേറ്റഡ് ഓക്കെ ക്ലിക്ക് ചെയ്യുക. പിന്നീട് കാർഡ്, UPI, നെറ്റ് ബാങ്കിങ് ഏതാണോ നിങ്ങൾക്ക് ഉള്ളത് അത് ഫിൽ ചെയ്ത് പേ കൊടുക്കുക. പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആയാൽ ഇതുപോലെ ഒരു റെസീറ്റ് കിട്ടുന്നതായിരിക്കും. ഈ റെസീറ്റ് പ്രിൻ്റ് എടുത്ത് വയ്ക്കുക. അതിനുശേഷം ക്ലോസ് ചെയ്യുക. പിന്നീട് ഡാഷ്ബോർഡിൽ വലതുഭാഗത്തായി ക്ലിക്ക് ഹിയർ ടു വ്യൂ റിന്യൂവൽ ആപ്ലിക്കേഷൻ എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾ അപ്ലൈ ചെയ്ത ആപ്ലിക്കേഷൻ അവിടെ കാണാവുന്നതാണ്.
അതുപോലെ ഡാഷ്ബോർഡിൽ ലൈസൻസ് റിന്യൂവലിന് താഴെ പേയ്മെൻറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ചെയ്ത പേയ്മെൻറ്റ് അവിടെ കാണാം. അത് ചെക്ക് ചെയ്യുക. അവിടെ സക്സസ് എന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേയ്മെൻറ്റ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആണ്. ശേഷം ലോഗൗട്ട് ചെയ്യുക.